ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. സോ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. ഈ സീരീസിനെ പറ്റി ഓൾറെഡി ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. അഥവാ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിലാണെങ്കിലും നിങ്ങളെ ബഹുഭൂരിപക്ഷം കുട്ടികളെയും കുഴപ്പിച്ച കാര്യമാണ് NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് ചോദിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സൈസ് ക്വസ്റ്റ്യൻസും. സോ അവ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ചോദ്യ പേപ്പറിനകത്ത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. സോ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറയുന്ന ക്രാക്ക് NCERT എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സീരീസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഫിസിക്സിനകത്ത് റീസെന്റ് നമ്മൾ ഫുൾ ചാപ്റ്റർ ലൈവ് എടുത്ത ചാപ്റ്റർ ആണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള, നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഒരു ബോബിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിലും ആ ചോദ്യം വന്നിരുന്നു. സോ അതിന് പുറമെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് PYQ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സൈസ് ക്വസ്റ്റ്യൻസിനുമാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഉറപ്പായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് തീർന്നതിന് ശേഷം മാത്രം ഫീഡ്ബാക്കുകൾ അറിയിച്ചാൽ മതി. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ വേണം, കാരണം നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെ നിങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. സോ അതിനാൽ തന്നെ ഉറപ്പായും എന്റെ മക്കൾ ഓരോരുത്തരുടെയും ഫീഡ്ബാക്കുകൾ വിശദമായി തന്നെ താഴെ ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തടുത്ത് ഏതൊക്കെ സബ്ജക്റ്റുകളുടെയാണ് വേണ്ടത്, ഇപ്പൊ ഫിസിക്സ് പറയുകയാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെയാണ് ഇതുപോലുള്ള ക്രാക്ക് NCERT എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സീരീസിനകത്ത് അടുത്ത വീഡിയോ വേണ്ടത് എന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഉറപ്പായും താഴെ ഫീഡ്ബാക്കിനകത്ത് അറിയിക്കാം. സോ അത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം, ഒട്ടും ലേറ്റ് ആക്കുന്നില്ല. സോ ഗൈസ്, എല്ലാവരുടെ കയ്യിലും ഒരു കാൽക്കുലേറ്റർ നിർബന്ധമാണ്. സയന്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അറിയുന്നതുമാണ്, നിങ്ങളെ കുഴപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങളും മെയിൻലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അവ ക്രാക്ക് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തായാലും കാൽക്കുലേറ്റർ വേണം, അല്ലെങ്കിൽ പണി കംപ്ലീറ്റ്ലി അങ്ങ് പാടും. റൈറ്റ്, ഓക്കെ. സോ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് ചോദ്യം ഏതു പരീക്ഷയിൽ ചോദിച്ചാലും മിനിമം ഒരു 2 തവണ മനസ്സിരുത്തി വായിക്കുക. അത് ഏത് തന്നെ പരീക്ഷ ആയിക്കോട്ടെ. ഇനി ഈ പറയുന്ന +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രി ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത്, എന്ത് സ്ട്രീം നിങ്ങൾ ഓപ്റ്റ് ചെയ്താലും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒന്ന് മനസ്സിരുത്തി വായിക്കുക. കാരണം ആദ്യത്തെ തവണ വായിച്ചിട്ട് കിട്ടാത്ത പല ഗിവൺ ഡാറ്റാസും പല കൺസെപ്റ്റുകളും നമുക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ വായിക്കുമ്പോഴാണ് തലയ്ക്കകത്ത് കയറുക. അതിനാൽ തന്നെ മനസ്സിരുത്തി എന്റെ മക്കൾ എന്തായാലും വായിച്ചിരിക്കണം. റൈറ്റ്, സോ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചു തരാൻ പോവാണ്, ഒന്ന് ശ്രദ്ധിക്കുക. എ സ്പ്രിംഗ് ഹാവിംഗ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1200 Newton per meter is mounted on a horizontal table as shown in the figure. A mass of 3 kg is attached to the free end. The mass is then pulled sideways to the distance of 2 cm and released. Right. So ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. സോ ആദ്യം അവർ പറയുന്നത്, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ അവിടെ എന്തുണ്ട്? അവിടെ ഉറപ്പായും ഒരു സ്പ്രിംഗ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു മാസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. 1200 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യനകത്ത് ഗിവൺ ആണ്, ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. അടുത്ത കാര്യം എന്താണ് അവർ നൽകിയിരിക്കുന്നത്? മാസ് ആണ്. എത്രയാണ് മാസ് എന്ന് പറയുന്നത്? 3 കിലോഗ്രാം ആണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്, അതും നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പറയുന്ന മാസിന് നമ്മൾ എങ്ങനെയാണ് പുള്ള് ചെയ്യുന്നത്? നമ്മളൊരു 2 സെന്റിമീറ്റർ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അഥവാ ആ മാസിനെ മീൻ പൊസിഷനിൽ നിന്ന് 2 സെന്റിമീറ്റർ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? പുള്ള് ചെയ്യുന്നു. എന്നിട്ടാണ് അതിനെന്ത് ചെയ്യിപ്പിക്കുന്നത്? ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? 2 സെന്റിമീറ്ററിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നൽകിയിട്ടുണ്ട്, അതിൽ അറ്റാച്ച് ചെയ്ത മാസിന്റെ വാല്യൂം നമുക്ക് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേഷൻ ആണ്. ഓസിലേഷന്റെ ഫ്രീക്വൻസി എത്രയാണ് എന്ന കാര്യമാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ആംഗുലർ ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അടുത്തത് മാക്സിമം ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം സ്പീഡും നമുക്ക് ചോദ്യത്തിനകത്ത് കണ്ടുപിടിക്കണം. സോ മാക്സിമം ആക്സിലറേഷനും മാക്സിമം സ്പീഡും ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും നമുക്ക് കണ്ടുപിടിക്കണം. ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതി വെച്ചാലോ? നമുക്ക് ഗിവൺ ഡാറ്റ എഴുതി വെക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കാര്യം. ഒന്നാമത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. കെയുടെ വാല്യൂ എത്രയാണ്? 1200 ന്യൂട്ടൺ പെർ മീറ്റർ. കെയുടെ വാല്യൂ അഥവാ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അതിന് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നുകൂടി പറയാറുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എത്രയാണ്? 1200 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇതൊരു NCERT എക്സൈസ് ക്വസ്റ്റൻ ആണ് മക്കളെ. റൈറ്റ്, അടുത്ത മാസ് നമുക്ക് നൽകിയിട്ടുണ്ട്.
മാസ് ഈക്വൽ ടു എത്രയാണ്? മാസ് ഈക്വൽ ടു 3 കിലോഗ്രാം, റൈറ്റ്? യെസ്, 3 കിലോഗ്രാം ആണ് നമുക്ക് മാസ് നൽകിയിരിക്കുന്നത്. അടുത്തത് അവർ നൽകിയിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് അതിന് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കാം, കാരണം അതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്, കാരണം ആ ദൂരത്തിലായിട്ടാണ് അതിനെ പുള്ളി ചെയ്യപ്പെടുന്നത്. സോ ഇവിടെ മാക്സിമം വെലോസിറ്റിയും അതുപോലെ തന്നെ മാക്സിമം ആക്സലറേഷനും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ റീപ്ലേസ് ചെയ്യുന്നത്. സോ അതിന് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. സോ എ ഈക്വൽ ടു എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. നമ്മൾ ഉറപ്പായും അതിനെ മീറ്ററിലോട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ദാറ്റ് ഈസ് 2 × 10⁻⁻², വിച്ച് ഈസ് ഈക്വൽ ടു 0.02 മീറ്റർ. സെറ്റ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്ത് എഴുതാൻ സാധിക്കും. ഒരു സംശയവും ഇതിനകത്ത് എന്റെ മക്കൾക്ക് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോ കാര്യങ്ങളിലോട്ടായിട്ട് കിടക്കാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയാണ്. സോ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ടൈം പീരീഡ് കണ്ടുപിടിച്ച് അതിന് ഇൻവേഴ്സ് എടുക്കാം, ശരിയല്ലേ? ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല T = 2π/ω. സോ ഒമേഗ അഥവാ ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് ആവശ്യമുണ്ട്. സോ ഈ പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റും മാസും ആംഗുലർ ഫ്രീക്വൻസിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും അതൊന്ന് കൃത്യമായി തന്നെ പഠിച്ചു വെച്ചോ. നമ്മുടെ ഈ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്റർ റിവിഷനകത്ത്, ആ ലൈവിനകത്ത് ഞാനിത് കൃത്യമായി തന്നെ നിങ്ങളുമായിട്ട് കൺവേ ചെയ്താണ്. എന്താണ് മക്കളെ ഫോർമുല? യെസ്, K = mω² ആയിരുന്നു. എങ്കിൽ ω² എന്ത് വരും? K/m എന്ന് വരും. സോ ഒമേഗ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? √K/m എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായാലും ഒരു തരി സംശയമില്ലായോ? സോ ഒമേഗ അഥവാ ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി, റൈറ്റ്? ഇവിടെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കാം. സോ ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് എത്ര കിട്ടി? √K/m എന്ന് പറയുന്ന ഫോർമുല കിട്ടി. അതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ മക്കളെ? നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. സോ ഒമേഗ ഈക്വൽ ടു √K വാല്യൂ എത്രയാണ്? 1200. മാസ് എത്രയാണ്? 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാടാ, ക്യാൻസൽ ചെയ്യാടാ. 3ഉം 12ഉം 4. സോ √400 എന്ന് വരും, അല്ലേ? √400 എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ 20 റേഡിയൻ പെർ സെക്കൻഡ്. 20 റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് കിട്ടി. അടുത്ത ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ടൈം പീരീഡ് ഈക്വൽ ടു 2π/ω ആണ്. സോ 2π / 20 എന്ന് വരും. ക്യാൻസൽ ചെയ്യുവാണടാ. 2ഉം 20ഉം പോയാൽ 10 ആണ്. സോ പൈയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം, 3.14 ആണ്. ഡിവൈഡ് ബൈ 10 എന്ന് വെച്ചാൽ 0.314 സെക്കൻഡ്. ഇവിടെ നമുക്ക് ഈ പറയുന്ന ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യകതയില്ല, നേരിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ചെയ്യാം. എങ്കിലും മേ ബി ചില ചോദ്യ പേപ്പറുകളിൽ ടൈം പീരീഡ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞ് അതുകൂടി അറിയണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അടുത്ത ഫ്രീക്വൻസിക്ക് F എന്ന് ഡിനോട്ട് ചെയ്യാം, ഓറൽസ് ന്യൂ എന്ന് കൊടുക്കാം. ഫ്രീക്വൻസി ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണ്. സോ 1 / 0.314. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. എൻ്റെ കയ്യിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഒന്നുമില്ല, സോ ഞാൻ മൊബൈലിനകത്തുള്ള കാൽക്കുലേറ്റർ എടുക്കുന്നത്. സോ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 1 / 0.314 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.18 ആണ് കിട്ടുന്നത്. സോ 3.18 ഹെർട്സ് ഫ്രീക്വൻസി നമുക്ക് കിട്ടി. സോ എ ക്വസ്റ്റ്യൻ നമ്മുടെ ഓക്കെ ആയി. ഇത്രയേ ഉള്ളൂ എ ക്വസ്റ്റ്യൻ. സോ എയുടെ ഉത്തരമാണ് ഈ പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബി ചോദ്യം എന്താണ് നമുക്ക് പരിശോധിച്ചാലോ? ബി ചോദ്യം എന്ന് വെച്ചാൽ മാക്സിമം ആക്സലറേഷൻ കണ്ടുപിടിക്കാം. നിസ്സാരമാണ് മാക്സിമം ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ. ഫോർമുലയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് എ മാക്സിമം ഈക്വൽ ടു -ω²a ആണ്. എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്, സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, നമ്മൾക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് സൈൻ ഇടണമെന്ന് നിർബന്ധമില്ല. മേ ബി നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ω²a അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് ഒമേഗയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, എത്രയാണ്? 20 ആണ്. സോ 20² × a എത്രയാണ്? 0.02 ആണ്, റൈറ്റ്? സോ 20² എന്ന് പറഞ്ഞാൽ 400 × 0.02. ഞാൻ ഒന്ന് ചെയ്യുവാണടാ. 400 × 0.02 ഈക്വൽ ടു 8 ആണ് കിട്ടുന്നത്. സോ 8 m/s². ഇതാണ് നമ്മുടെ മാക്സിമം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 8 m/s². കിട്ടിയില്ലേ? അടുത്തത് കണ്ടുപിടിക്കണം എന്താണ്? ഇത് ബി ആണ്. അടുത്ത സി എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ആണ്. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. Vmax ഈക്വൽ ടു ω/a എന്ന് ഞാൻ റീപ്ലേസ് ചെയ്യാണ്. Vmax ഈക്വൽ ടു ω, മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് എടുക്കുന്നത്, റൈറ്റ്? സോ ഈക്വൽ ടു ഒമേഗയുടെ വാല്യൂ 20 ആണ്, എയുടെ വാല്യൂ 0.02 ആണ്. സോ 20 × 0.02 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. സോ 0.4 m/s ആണ് നമ്മുടെ മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും 20 × 0.02 ഒക്കെ പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് അത്രയും ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതുവരെ കാൽക്കുലേറ്റർ ഇടുന്നത്. സോ അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ ലെവലല്ലേ. സോ മാത്സിൽ നിങ്ങളെ പോലെ ഞാൻ പുലിയല്ല, സോ അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്റർ ഇട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. അതായത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ എക്സൈസ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഇഷ്ടം ലോഡ് കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം എക്സാമിന് ചോദിക്കാൻ പോസിബിലിറ്റി ഒന്നും ഇല്ല.
പക്ഷെ നമുക്ക് ഓൾവേസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, അഥവാ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, എക്സാമ്പിളിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും. സോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് കൃത്യമായി തന്നെ പഠിച്ചാൽ മതി. ഓൾറെഡി ഞാൻ നിങ്ങളോട് ഇതിന് മുൻപുള്ള വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ഫിസിക്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. NCERT എക്സസൈസും എക്സാമ്പിൾസും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് മാറ്റി വയ്ക്കുക. കാരണം അതിനപ്പുറം ചോദ്യങ്ങൾ എന്തായാലും വരാൻ പോകുന്നില്ല. റൈറ്റ്. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതിലോട്ട് കിടക്കുന്നു, ലേറ്റ് ആക്കുന്നില്ല. സിമ്പിൾ ചോദ്യം, ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഏറ്റവും നിസാരമായൊരു ചോദ്യമാണ്. നമുക്ക് നോക്കിയാലോടാ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. The acceleration due to gravity on the surface of moon is 1.7 meter per second square. മൂണിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 1.7 meter per second square ആണ്. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഓൺ ദ സർഫേസ് ഓഫ് മൂൺ? മൂണിലുള്ള ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇഫ് ഇറ്റ്സ് ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് ഈസ് 3.5 സെക്കൻഡ്. ഒന്നുകൂടി മനസ്സിരുത്തി വായിച്ചാടാ. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് മൂൺ. മൂണിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. 1.7 meter per second square ആണ്. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഓൺ ദ സർഫേസ് ഓഫ് മൂൺ? മൂണിലുള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അവർ നൽകിയിരിക്കുന്ന കാര്യം എന്താണ്? ഭൂമിയിലുള്ള അതേ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് 3.5 സെക്കൻഡ് ആണ്. സോ ഭൂമിയിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതേ പെൻഡുലത്തിന്റെ മൂണിലുള്ള ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് മൂൺ. ദാറ്റ് ഈസ് 1.7 meter per second square. കണ്ടുപിടിക്കാം, നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാം. ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം. സോ ആദ്യം ഗിവൺ ഡാറ്റ നമുക്ക് എഴുതാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് മൂൺ, GM എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1.7 meter per second square. ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് എത്രയാണ്? 3.5 സെക്കൻഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് എത്രയാണ്? 9.8 meter per second square. ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് മൂൺ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഗിവൺ ഡാറ്റ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എന്ത് നൽകിയിട്ടുണ്ട്, എന്ത് കണ്ടുപിടിക്കണം എന്നൊരു വ്യക്തത നിങ്ങൾക്ക് എല്ലാവർക്കും വന്നില്ലേ? ഇനി നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണെന്നുള്ള കാര്യം നോക്കാം. ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഫോർമുലയാണ്. T = 2π √L / G. സംശയം ഒന്നും വേണ്ട, ഇതേ ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഫോർമുലയെ മാറ്റി എഴുതാം. കൺവീനിയന്റ് ആയിട്ട് നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് ആ ഫോർമുലയെ രണ്ട് തരത്തിൽ മാറ്റി എഴുതാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് ആക്കി എഴുതാം. ദാറ്റ് ഈസ് 2π √L / GE. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് ആണ്. നെക്സ്റ്റ് വൺ, മൂണിന്റെ കേസിൽ 2π √L / GM. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് ഒരിക്കലും നിങ്ങൾ LE എന്ന രീതിയിൽ മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഭൂമിയിൽ ഏത് സിമ്പിൾ പെൻഡുലമാണ് യൂസ് ചെയ്തത് അതേ സിമ്പിൾ പെൻഡുലം തന്നെയാണ് നമ്മൾ എവിടെയും പ്ലേസ് ചെയ്യാൻ നോക്കുന്നത്, ചന്ദ്രനിലും പ്ലേസ് ചെയ്യാൻ നോക്കുന്നത്. സോ അതിന്റെ ലെങ്ത്തിനകത്ത് ഒരു മാറ്റവുമില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് മാറുന്നത്. ഫൈൻ. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് ഡിവൈഡ് ചെയ്താലോ. So guys, we are going to divide both equations. So time period on the surface of moon divided by time period on the surface of earth equal to 2π √L / GM whole divided by 2π √L / G. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാരോടാ. ഓക്കെ, കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാൻ 2π ഞാൻ ക്യാൻസൽ ചെയ്തു. ഈ ഡിനോമിനേറ്ററിലെ ടേമിനെ ഞാൻ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുവാണ്. സോ √L / GM ഇൻറ്റു എന്ത് വരും? റെസിപ്രോക്കൽ ആവില്ലേ? √GE / L എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സോ ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് മൂൺ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് ഈക്വൽ ടു റൂട്ട് കോമൺ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. സോ L / GM ഇൻറ്റു GE / L. സെറ്റ് അല്ലേ? ഓക്കെ, ഏതൊക്കെ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം? നമുക്ക് എല്ലും ക്യാൻസൽ ചെയ്യാം. വിച്ച് വിൽ ബി ഈക്വൽ ടു √GE / GM. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് മൂൺ ഡിവൈഡഡ് ബൈ എർത്ത് ഈക്വൽ ടു √GE / GM. നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കി എഴുതിയാലോ. ദാറ്റ് ഈസ് ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് മൂൺ ഈക്വൽ ടു ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് ഇൻറ്റു √GE / GM. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലടാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സോ ടൈം പീരീഡ് ഓൺ ദ സർഫേസ് ഓഫ് മൂൺ ഈക്വൽ ടു 3.5 ഇൻറ്റു √G എത്രയാണ്? 9.8 ആണ്. ഡിവൈഡ് ബൈ GM എത്രയാണ്? 1.7 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരം കിട്ടും. മൊബൈലിനകത്ത് റൂട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. സയന്റിഫിക് കാൽക്കുലേറ്റർ, യെസ്, റൂട്ട് എടുക്കാൻ പറ്റും. സോ റൂട്ട് എടുക്കാൻ പറ്റണമല്ലോ ഗൈസ്. ഓക്കെ, ലേറ്റ് ആക്കുന്നില്ല. വലിയ അത് ക്യൂബിക് റൂട്ടും മറ്റേ റൂട്ടൊക്കെ കാണുന്നത്. റൂട്ട് കിട്ടി. 9.8 ഡിവൈഡഡ് ബൈ 1.7 കിട്ടി ഗൈസ്. സാധനം കിട്ടി ഗൈസ്. 2.40 ആണ്.
സോ 3.5 ഇൻറ്റു 2.40 ഇൻറ്റു 3.5 അല്ലേ? യെസ്, 8.40 ആൻസർ. 8.40 സെക്കൻഡ്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റർ ഇട്ടിട്ട് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സയന്റിഫിക് കാൽക്കുലേറ്റർ ഇടുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതായിരിക്കും ശരിയായ ഉത്തരം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഉടായ്പ ചെയ്യുവാണ്. നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ കൃത്യമായിട്ട് ഇതേ ചോദ്യം വർക്കൗട്ട് ചെയ്യുക. ഉത്തരങ്ങൾ നിങ്ങൾക്ക് അടിപൊളി ആൻസേഴ്സ് കിട്ടും, ഒരു സംശയവും വേണ്ട. ഓക്കെ അല്ലേ? സോ 2 ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ മക്കളെ? സോ ഒരെണ്ണം നമ്മൾ ചെയ്ത എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ പറയുന്ന ഓസിലേഷൻ ഓറിയന്റഡ് ആയ ഒരു സ്പ്രിങ്ങിന്റെ ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞു വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിലേറ്റ് ചെയ്ത ടൈം പീരീഡ് ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി. അതും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ നിർത്തുന്നില്ല. ഇനിയും 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്. കാരണം പരമാവധി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കണം എന്നാണ്. അല്ലാതെ കടം തുലയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ സീരീസും നിങ്ങൾക്ക് മുന്നിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് പേഴ്സണലി ആഗ്രഹമില്ല. സോ അതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് പരമാവധി അത് എഫക്റ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇത് വരത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഞാനോ അല്ലെങ്കിൽ എനിക്കറിയുന്ന ആരുമല്ല ചോദ്യ പേപ്പർ ഇടുന്നത്. സോ ഇതേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരാൻ ഉറപ്പിച്ചു വരുമെന്ന് എനിക്ക് പറയാനും സാധിക്കില്ല. പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് സാധ്യതയുള്ളത്. എന്നുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ വീഡിയോസിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ അടുത്തൊരു ചോദ്യം, ഇതൊരു NCERT എക്സൈസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കേണ്ടതാണ്. എ പിസ്റ്റൺ ഓഫ് ദ സിലിണ്ടർ ഹെഡ് ഓഫ് എ ലോക്കോമോട്ടീവ് has a stroke of twice the amplitude of 1 meter. If the piston moves with a simple harmonic motion with an angular frequency of 200 radian per minute, what is the maximum speed? ഈ ലോക്കോമോട്ടീവ്, സ്ട്രോക്ക്, സിലിണ്ടർ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം വായിക്കുമ്പോഴും എനിക്കും ഇതിന്റെ കൃത്യമായ അർത്ഥം എന്താണ് എന്നൊരു ധാരണ ഉണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയെടുത്തു. ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഈ ലോക്കോ പൈലറ്റ് എന്നൊക്കെ കേട്ടില്ലേ, ട്രെയിനിന്റെ ഡ്രൈവറിനെ നമ്മൾ വിളിക്കാറുള്ള പേര്, റൈറ്റ്? സോ ലോക്കോമോട്ടീവ് എന്ന ട്രെയിനിന്റെ ഒരു എഞ്ചിൻ ആണെന്ന് വിചാരിക്കുക. സിംപ്ലി ഒരു എഞ്ചിനാണ് ഈ സാധനം. സോ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സിലിണ്ടർ ഉണ്ടാവും, ഒരു പിസ്റ്റൺ ഉണ്ടാവും, റൈറ്റ്? ഈ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു സിലിണ്ടറും അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയണം. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ അവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, അതുപോലെ തന്നെ പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, റൈറ്റ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രോക്ക് എന്ന് പറയുക. സ്ട്രോക്ക് ഈസ് ദ ഡിസ്റ്റൻസ് ഇൻ വിച്ച് ദ പിസ്റ്റൺ മൂവ്ഡ് ഇൻസൈഡ് ദ സിലിണ്ടർ. ആ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ആ ഒരു ദൂരം ഉണ്ടല്ലോ, ആ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇവിടെ അവർ നൽകിയിരിക്കുന്ന സ്ട്രോക്ക് എത്രയാണ്? 1 മീറ്റർ ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നു. സോ ഒരു സിലിണ്ടർ ഉണ്ട്, അതിനകത്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ട്. ആ പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ അത് SHM ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് മനസ്സിലാക്കാം. സോ ആ പറയുന്ന പിസ്റ്റന്റെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അത് 1 മീറ്റർ ആണെന്ന് അവർ എടുത്തു പറയുന്നു. ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നു, നോക്കണം. വിച്ച് ഈസ് ട്വൈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ആ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിന്റെ ഇരട്ടിയാണ്, അത് 1 മീറ്റർ ആണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അഥവാ പിസ്റ്റന്റെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അത് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡിന്റെ ഇരട്ടിയാണെന്ന് അവർ പറയുന്നു. എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? എങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ആംപ്ലിറ്റ്യൂഡ് പറയാൻ സാധിക്കില്ലേ? ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ബാക്കി ഞാൻ വായിക്കാതെ ഇവിടെ തന്നെ ഗിവൺ ഡാറ്റ എഴുതുന്നത്. സോ ആ പറയുന്ന പിസ്റ്റന്റെ സ്ട്രോക്ക് 1 മീറ്റർ ആണ്, അത് ആംപ്ലിറ്റ്യൂഡിന്റെ ഇരട്ടിയാണെന്ന് പറയുന്നെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇതിന്റെ പകുതി, ദാറ്റ് ഈസ് 0.5 മീറ്റർ. സെറ്റ്. അതുപോലെ തന്നെ അത് SHM എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ പറയുന്ന SHMന്റെ ഫ്രീക്വൻസി എത്രയാണ്? 200 റേഡിയൻ പെർ മിനിറ്റ് ആണെന്ന് പറയുന്നു. സോ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി ഈക്വൽ ടു 200 റേഡിയൻ പെർ മിനിറ്റ്. കണ്ടുപിടിക്കേണ്ടത് മാക്സിമം സ്പീഡാണ്. ഓക്കെ, റൈറ്റ്? കണ്ടുപിടിക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് ഈ പറയുന്ന റേഡിയൻ പെർ മിനിറ്റിനെ റേഡിയൻ പെർ സെക്കൻഡിലോട്ട് മാറ്റണ്ടേ? സോ 200 ഡിവൈഡഡ് ബൈ സെക്കൻഡിലോട്ട് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 ഞാൻ ചെയ്യുവാണ്. ശ്രദ്ധിക്കണം. ഓക്കെ, 200 ഡിവൈഡഡ് ബൈ 60, ആൻസർ 3.33 ആണ്. സോ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 3.33 റേഡിയൻ പെർ സെക്കൻഡ്. ഞാൻ സെക്കൻഡിലോട്ട് മാറ്റി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ബാക്കി പ്രൊസീഡ് ചെയ്താലോ മക്കളെ? വി മാക്സിമത്തിന്റെ ഫോർമുലയൊക്കെ നിങ്ങൾക്കറിയാം. വി മാക്സിമം ഈക്വൽ ടു ഒമേഗ എ ആണ്. ഒമേഗയുടെ വാല്യൂ എത്രയാണ്? 3.33 ആണ്. സോ 3.33 ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് 0.5 ആണ്. സോ 0.5 ആൻസർ എത്രയാണ് വരിക? ഇൻറ്റു 0.5 1.66 ആണ് ആൻസർ. സോ 1.66 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കൺവേർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക.
അഥവാ പല കുട്ടികളും സാറേ ഞാൻ സെക്കൻഡിലോട്ട് മാറ്റിയില്ല, ഞാൻ ഈ പറഞ്ഞ 200 ഇട്ടിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ ഉത്തരം എഴുതുന്നത് മീറ്റർ പെർ മിനിറ്റിലായിരിക്കണം. മീറ്റർ പെർ സെക്കൻഡിലല്ല, മീറ്റർ പെർ മിനിറ്റിലായിരിക്കണം. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുന്നതല്ലേ? യെസ്, അത് തന്നെയാണ് ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത്. ചോദ്യം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇരട്ടിയാണ് 1 എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് 0.5 ആണെന്ന് മനസ്സിലാക്കാം. ബാക്കി നമുക്ക് ഗിവൺ ഡാറ്റ ഉണ്ട്, അത് വെച്ച് പഠിക്കാം. ഓക്കെ, വലിയ ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഇല്ലാത്ത കുട്ടിക്ക് പോലും ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഞാനും ആദ്യം ആൻസർ കണ്ടുപിടിച്ചു, എന്നിട്ടാണ് ഇതിന്റെ അർത്ഥം തേടി ഞാൻ പോയത്. റൈറ്റ്, ഓക്കെ. അടുത്തതിലൂടെ കിടക്കാം. സിമ്പിൾ ആയ ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൽ ഏതാണ് ആക്സിലറേഷന്റെ പ്രോപ്പർ എക്സ്പ്രഷൻ എന്നാണ് ചോദ്യം. ആക്സിലറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, -ω²x ആണ് ഇതിന്റെ ജനറൽ ഫോർമുല. മാക്സിമത്തിലോട്ടല്ല, സിംപ്ലി ആക്സിലറേഷൻ ഈക്വൽ ടു -ω²x. അതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഫോർമുല ഇതിനകത്ത് ഏതാണ്? -10x ആണ്. a ഈക്വൽ ടു -10x. ബാക്കിയൊന്നും ഇതുമായിട്ട് സ്യൂട്ടബിൾ അല്ല. സോ ഇത് കൃത്യമായി മനസ്സിലാക്കുക. അടുത്ത, ഇതൊരു NCERT എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. ഐ തിങ്ക് യെസ്, ഇറ്റ് ഈസ് ആൻ NCERT എക്സാമ്പിൾ ക്വസ്റ്റൻ. അതുപോലെ തന്നെ PYQ ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ദൈവം എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. ഇതൊരു PYQ ക്വസ്റ്റൻ ആണ്, പഠിക്കേണ്ട ചോദ്യമാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ sin ωt - cos ωt. യെസ്, ഈ ബ്രാക്കറ്റ് ഇവിടെയല്ല മക്കളെ വരുന്നത്. ആക്ച്വലി ഈ ബ്രാക്കറ്റിന്റെ ആവശ്യമേ ഇല്ല, ഈ 2 ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. sin ωt - cos ωt ഇതൊരു SHM ആണെന്ന് പ്രൂവ് ചെയ്യണം. sin ωt - cos ωt എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ ഇക്വേഷൻ ആണ് എന്ന കാര്യം പ്രൂവ് ചെയ്യാം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ പ്രൂവ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ SHMന്റെ ജനറൽ ഇക്വേഷൻസ് നിങ്ങൾക്കൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. നമുക്ക് അറിയുന്ന കുറച്ച് ഇക്വേഷൻ ഉണ്ട്. x ഈക്വൽ ടു a cos ωt പ്ലസ് 5. ഈ പറയുന്ന പ്ലസ് 5ക്ക് വരെ -5 ഇട്ടാലും അത് ഇതേപോലെ തന്നെ SHMന്റെ ഇക്വേഷൻ ആണ്. ωt - 5 പ്രശ്നമില്ല. അതുപോലെ തന്നെ y ഈക്വൽ ടു a sin ωt പ്ലസ് 5 എന്ന് പറഞ്ഞാലും y ഈക്വൽ ടു a sin ωt - 5 എന്ന് പറഞ്ഞാലും ഒക്കെ SHMന്റെ ഇക്വേഷൻസ് ആണ്. ഈ ഒരു സ്ട്രക്ചർ ഉണ്ടായാൽ മാത്രം മതി. സാറേ പ്ലസ് മാറി മൈനസ് ആയി, ഇത് SHM അല്ല എന്ന് നിങ്ങൾ പറയരുത്. സൈനിന് പകരം കോസ് വന്നു, കോസിന് പകരം സൈന് വന്നു, അപ്പോഴും SHM അല്ല എന്ന രീതിയിൽ നിങ്ങൾ പറയരുത്. ഇതൊക്കെ SHMന്റെ പോസിബിൾ എക്സ്പ്രഷൻസ് ആണ്. ഈ ഫോമാറ്റിലോട്ട് ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഇക്വേഷൻ SHM ആണെന്ന് പ്രൂവ് ചെയ്തു എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞു എക്സാമ്പിൾ ഓർ എക്സസൈസ് ക്വസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ ചോദ്യം ചെയ്യാൻ ഫിസിക്സിലുപരി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്സ് ആണ്. കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ആണ് ഇവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. സോ sin ωt - cos ωt ഞാനത് എടുത്ത് എഴുതുവാണ്. y ഈക്വൽ ടു sin ωt - cos ωt. ഈ എക്സ്പ്രഷനിൽ ഞാൻ √2 കൊണ്ട് ഇൻറ്റുവും ഡിവൈഡും ചെയ്യാൻ പോവുകയാണ്. സോ y ഈക്വൽ ടു √2 sin ωt into 1/√2 minus √2 cos ωt into 1/√2. പ്രശ്നമില്ലല്ലോ. അഥവാ √2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈയും ചെയ്തു, ഡിവൈഡും ചെയ്തു. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ പറയുന്ന √2 ക്യാൻസൽ ചെയ്താൽ വീണ്ടും പഴയ ഇക്വേഷൻ തന്നെയായി. ഓക്കെ, റൈറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം എഴുതാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റീപ്ലേസ്മെന്റ് ആണ്. sin π/4. sin π/4 എത്രയാണ്? 45 ഡിഗ്രി. എത്രയാണ്? അത് 1/√2 ആണ്. സിമിലർ വേ cos π/4 അതും എത്രയാണ്? അതും 1/√2 ആണ്. സംശയമില്ലല്ലോ. sin π/4 cos π/4 1/√2 ആണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. സോ ഈ കാര്യങ്ങൾ ഞാൻ രണ്ടാമത്തെ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം. സോ y ഈക്വൽ ടു √2 ഇൻറ്റു sin ωt. ഈ പറയുന്ന 1/√2 പകരം ഞാൻ cos π/4 എന്ന് റീപ്ലേസ് ചെയ്യാണ്. സോ cos π/4 മൈനസ് √2 ഇൻറ്റു cos ωt ഇൻറ്റു ഈ കാണുന്ന 1/√2 പകരം ഞാൻ sin π/4 റീപ്ലേസ് ചെയ്യാണ്. sin π/4. ഇക്വേഷൻ നമ്പർ 3. കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. സോ കൺവീനിയന്റ് ആയ രീതിയിൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തു. ആ രീതിയിൽ ഞാനൊരു ഇക്വേഷൻ ഫോം ചെയ്തെടുത്തു. സെറ്റ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഈ പറയുന്ന രണ്ട് ഇക്വേഷനിലും √2 ഉണ്ട്. ഞാൻ √2 കോമൺലി പുറത്തെടുക്കാൻ പോവുകയാണ്. സോ y ഈക്വൽ ടു √2 ഇൻറ്റു sin ωt cos π/4 മൈനസ് cos ωt sin π/4. ഇതാണ് ഗിവൺ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒപ്പം ഒബ്റ്റെയിൻ ചെയ്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുത്തു. എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനെ ഞാൻ a എന്നും ഇതിനെ b എന്നും കൊടുത്തു. സോ ഇത് a ആണ്, ഇത് ബി ആണ്. ആംഗിളിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ωt എന്ന് പറഞ്ഞാൽ a ആണ്, π/4 എന്ന് പറഞ്ഞാൽ b ആണ്. അപ്പൊ ഇത് ആക്ച്വലി ഏത് എക്സ്പ്രഷനിലാണ് കിടക്കുന്നത് നോക്കടാ? sin a cos b
മൈനസ് കോസ് എ സൈൻ ബിയുടെ ഫോമാറ്റിലാണ് കിടക്കുന്നത്. എന്താണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അറിയണം, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ മൈനസ് ബി ആണ്. സോ ഇത് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ എ മൈനസ് ബിയുടെ ഫോമാറ്റിലല്ലേ കിടക്കുന്നത്, റൈറ്റ്? അപ്പൊ നമുക്ക് സിംപ്ലി അതുപോലെ എഴുതിയാലോ. സോ വൈ ഈക്വൽ ടു √2 ഇൻറ്റു സൈൻ എ മൈനസ് ബി അല്ലെ എയുടെ സ്ഥാനത്തുള്ളത് ഒമേഗ ടി ആണ്. സോ ഒമേഗ ടി മൈനസ് ബിയുടെ സ്ഥാനത്തുള്ളത് π/4 ആണ്. സോ ഒമേഗ ടി മൈനസ് π/4 ഇതാണ് നമുക്ക് കിട്ടിയ ഒബ്റ്റെയിൻ ചെയ്ത ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് SHMന്റെ എക്സ്പ്രഷൻ ആണ്, ശരിയല്ലേ? കാരണം ഇതിന്റെ ജനറൽ ഫോം ആയിട്ട് നമുക്ക് സിംപ്ലി നമുക്കിത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് 5 ഈ ഫോമാറ്റിലല്ലേ കിടപ്പുള്ളത്. സോ അതിനാൽ തന്നെ എന്താണെന്ന് പറയാം, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ SHM. ഇത് SHMന്റെ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സെറ്റിൽ അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതായത് ബുക്ക് മേടിക്കാൻ വയ്യ സാറേ, അല്ലെങ്കിൽ മേടിക്കാൻ പൈസ ഇല്ല, ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നേരിട്ട് ചാപ്റ്ററിന്റെ പേര് NCERT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ആ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഏറ്റവും അവസാനം എക്സൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ എക്സൈസ് ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ വായിച്ച കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് പീരിയോഡിക് ആണോ അല്ലെങ്കിൽ SHM ആണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഗ്രാഫ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സോ അതൊക്കെ പഠിക്കുക. കുറച്ചുകൂടി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ഉറപ്പായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെ ഫീഡ്ബാക്കും എന്തായാലും താഴെ കമന്റ് ചെയ്തിരിക്കണം. എല്ലാം വായിച്ച് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഉറപ്പായും നമുക്ക് കണ്ടുമുട്ടാം. ഇനീഷ്യലി ഉള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം തീർച്ചയായും. ഇനി മുൻപുള്ള ചാപ്റ്റേഴ്സ് ആയ ഫ്ലൂയിഡ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ആണെങ്കിലും വർക്ക് ആണെങ്കിലും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിലും ലോസ് ഓഫ് മോഷൻ ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും സ്ട്രേറ്റ് ലൈൻ ആണെങ്കിലും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ക്രാക്ക് ചെയ്യണം. മുൻപുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് എക്സ്ട്രീമിലോട്ടും പോകാനും നിങ്ങൾക്ക് എന്തും പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണാനും സാധിക്കും. സോ ഗൈസ്, നിങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവണം. ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. Love you all. Take care. Bye.